ഹായ്, സമയം ഒരു തെറ്റായ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മിഥ്യയായിട്ടുള്ള നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണെങ്കിലോ അഥവാ ക്വാണ്ടം ഭൗതിക ശാസ്ത്രം യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്താണ് നമ്മോട് പറയുന്നത്? അഥവാ നമ്മളെല്ലാവരും ടൈം മാനേജ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ ദിവസത്തെ കൊണ്ടുപോകുന്നവരാണ്, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. രാവിലെ മുതൽ ഈവനിങ് വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമയത്തെ ബന്ധിതമായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, അല്ലേ? നമ്മൾ സമയമില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സങ്കല്പിക്കാൻ കഴിയുക എന്ന് നോക്കാം. ശരിക്കും ഇത് മിഥ്യയായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ സമയം എന്നതൊരു യാഥാർത്ഥ്യം മാത്രമാണോ എന്ന് നോക്കാം. അഥവാ നമ്മൾ മിക്ക ആളുകളും സമയം ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പുകളിൽ ഒന്നായി പറയുന്നു. നമ്മൾ ഉണരുന്നത്, നമ്മുടെ ദിവസം ജീവിക്കുന്നത് ക്ലോക്ക് മുന്നോട്ട് നീങ്ങുന്നതായി കണക്കാക്കിയിട്ടാണ്. അഥവാ നമ്മുടെ സമയം കഴിഞ്ഞു പോയ കാലത്തിൽ നിന്നും അല്ലെങ്കിൽ ഇനി വരാനുള്ള കാലത്തിലേക്കുള്ള ഒരു സ്ഥിരവും അല്ലെങ്കിൽ വിശ്വസനീയമായ ഒഴുക്കിൽ കടന്നു പോകുന്നതുമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എങ്കിലോ? സമയം പ്രപഞ്ചത്തിൻ്റെ അടിത്തറയാവുന്നതിന് പകരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാങ്കല്പികത മാത്രമാണെങ്കിലോ? ഒന്നാമതായി, സമയം നമ്മൾ കരുതിയതുപോലെ നൂറ്റാണ്ടുകളായി ഇതിനെ ഒരു കേവലവും അല്ലെങ്കിൽ മാറ്റമില്ലാത്തതുമായ ശക്തിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ മറ്റെന്തെങ്കിലും ബാധ്യതയില്ലാത്ത എല്ലാവർക്കും ഒരേ രീതിയിൽ സമയം ഒഴുകുന്നുവെന്നും ഐസക് ന്യൂട്ടൺ വിശ്വസിച്ചതുപോലെ എല്ലാവരും വിശ്വസിക്കുന്നു. അഥവാ പിന്നീട് ഐൻസ്റ്റീൻ വന്നു. അദ്ദേഹം തൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിലൂടെ ആ ആശയത്തെ തകർക്കുന്നു. അഥവാ സമയം സാർവത്രികമല്ലെന്ന് അദ്ദേഹം കാണിക്കുന്നു. അഥവാ ഗുരുത്വാകർഷണത്തെയും ചലനത്തെയും ആശ്രയിച്ച് അത് വളയുകയും നീട്ടുകയും ചെയ്യുന്നു.